അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ 2 മാസം കൊണ്ട് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയെന്ന്. അപ്പോൾ എന്നും പറയുന്ന മായി തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് എഴുതണം കേട്ടോ. അതുപോലെ അറിയാത്തത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും അതും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഞാൻ 2 മാസം കൊണ്ട് നമ്മളെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുത്തിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ആദ്യത്തെ പമ്പ കടക്കതാണ് മോണിറ്റൈസ് ആവണം. 1000 സബ്സ്ക്രൈബും 4000 വാച്ച് അവറും വേണം. അത് 2 മാസം കൊണ്ട് എനിക്കായിട്ടുണ്ട്. അതുപോലെ പൈസ കിട്ടാനില്ല. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ കാറ്ററിംഗ് വർക്ക് കിട്ടിയിരുന്ന ഒരാളാണ്. ചെറുതായിട്ട് കേട്ടോ, വലിയ വർക്കൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ശേഷം എനിക്ക് വർക്ക് കിട്ടുന്നത് കുറച്ചൊക്കെ ഇതിലിട്ടു. അത് നമ്മളെ സ്നേഹിക്കണ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അത് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ ഓല് ചോദിച്ചും എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കി തരുമോ ചോദിച്ചു നോക്കുകയെന്ന് പറയുമ്പോൾ ഓല് എന്നോട് വിളിച്ച് ചോദിച്ചും എൻ്റെ നമ്പർ കൊടുക്കട്ടെ. അപ്പം ഞാൻ നമ്പർ കൊടുത്തോളി എന്ന് പറയും. ആ നമ്പറിൽ ഒരു വിളിക്കും. അപ്പോൾ നല്ല വർക്ക് കിട്ടുന്നുണ്ട്. മീൻകറി അടക്കം വരെ ഞാൻ കാറ്ററിംഗ് വർക്ക് എടുത്ത ഒരാളാണ്. കാരണം നമുക്കൊരു 10 ഉറുപ്യ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അധ്വാനിക്കണം. നമ്മൾക്ക് അധ്വാനിച്ചിട്ട് നമ്മളെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുമല്ല, നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആണുങ്ങളോട് പറഞ്ഞിട്ട് ഓല് നിറവേറ്റി തരണം. ഒരു ദിവസം എന്തെങ്കിലും പേച്ചിട്ട് പൈസ ഇല്ലാത്തൊരു സമയത്ത് കൊടുന്നില്ലെങ്കിൽ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. എൻ്റെ കാര്യം തന്നെ പറയുന്നത്, നല്ല വിഷമം ഉണ്ടാവും. എന്തേലും കൊണ്ടുവരാനും എന്നാലും പൈസ ഇല്ലാത്തൊരു കാര്യം ഓല് പറയില്ല. മറന്നു എന്നാട്ടോ പറയുള്ളൂ. പിന്നീട് അത് സാധിപ്പിച്ച് തരും. അതും വലിയൊരു സന്തോഷമാണ്. അപ്പം നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഓലോട് പറയാലോ, ഇങ്ങനെ ആവശ്യമുണ്ട് ഞാനിത് വാങ്ങട്ടെ ചോദിക്കാമല്ലോ. അയച്ചിട്ട് പൈസ കിട്ടുന്നുണ്ട് വെച്ചിട്ട് നമ്മൾ ഓലെടുത്ത് കൊടുക്കാതിരിക്കും ചെയ്യരുത്. നമ്മൾക്ക് ഓലാണ് ഇത്രയും കാലം നമ്മൾ നോക്കിയത്. അപ്പം ഇനിയും ഓലൊരു കരുതലുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓൾക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ വർക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ കാറ്ററിംഗ് വർക്ക് എടുക്കണമെന്ന് വെച്ചാൽ, ബാബു പെരയിലുണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല. ബാബു രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വരണമെങ്കിൽ 2 മണി 2:30 മണിയാവും. ഈ കാറ്ററിംഗ് വർക്ക് കിട്ടുക ചിലവർക്ക് പെട്ടെന്ന് ഈ കാര്യം വിളിച്ച് പറയാം. അപ്പോൾ ഞാൻ ആരതും അങ്ങനെ വഴുകി കിട്ടേണ്ടവരാണെങ്കിലും പെട്ടെന്ന് കിട്ടേണ്ടവരാണെങ്കിലും ഞാൻ എന്താ പറയുക വെച്ചിട്ട്, നിങ്ങൾ സാധനങ്ങളൊക്കെ കൊടുന്ന് തരിക. സാധനങ്ങൾ കൊടുന്ന് തന്നിട്ട് ഏത് ടൈമിനാണോ ഓൾക്ക് ആവശ്യിച്ചത് ആ ടൈമിന് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കും. ഓല് വന്ന് കൊണ്ടുപോകും. അങ്ങനെയാണ് എൻ്റെ കാറ്ററിംഗ് വർക്ക് കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ നല്ല വർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴും കിട്ടിക്കൊണ്ടേ ഇരിക്കണുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കൂടുതലും കിട്ടണത് അച്ചാറിന്, അതുപോലെ ബീഫ് ഫ്രൈ, ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ട വീഡിയോ തന്നെ ഇങ്ങനെ യൂട്യൂബിലിട്ട് ഇങ്ങനെ വെറുപ്പിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഇടാത്തത്. നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഇട്ട് തരണ്ടുള്ളൂ. പിന്നെ ഇപ്പം അടുത്ത് എനിക്ക് പൊക്കവട ഉണ്ടാക്കാനൊക്കെ കിട്ടി. പക്ഷേ ആ സമയത്ത് ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൽ ഭയങ്കര വിഷമം തോന്നിട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ലല്ലോ. അങ്ങനെയാണ് നമ്മളെ വർക്ക് കിട്ടണത്. പിന്നെ നമ്മൾ എന്തിനാണ് മടിക്കണത്? നമ്മളെ ഉള്ളിൽ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് കൊണ്ടുവരിക. പുറത്ത് കൊണ്ടുവരുമ്പോഴുള്ളൂ അത് 4 ആൾ അറിയുക. ആ 4 ആൾ അറിഞ്ഞിട്ട് അത് ഒരു 10 ആളയിലേക്ക് എത്തും. അപ്പം നമുക്ക് അങ്ങനെയാണ് നമ്മളെ കഴിവിനെ നമ്മൾ ആക്കിയെടുക്കേണ്ടത്. പിന്നെ അതുമല്ല, നമുക്ക് അതിനൊന്നൊരു മടി വേണ്ട. എന്തിനാ മടിക്കണത്? നമ്മൾ കക്കണുണ്ടെങ്കിൽ നമുക്ക് വിഷമമാണ്, പേടിച്ചണം. അതൊരു മടി വേണ്ട. ഇത് നമ്മൾ നല്ല അധ്വാനിച്ചിട്ടാണ് നമ്മളെ കയ്യിൽ പൈസ കിട്ടുന്നത്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് 2 മാസം കൊണ്ട് 10,000 ഉറുപ്യ സമ്പാദിച്ചാൻ കഴിഞ്ഞു. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഫസ്റ്റൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുക 10,000 ഉറുപ്പ്യാണെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്കറിയില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ പൈസ കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും, യൂട്യൂബിൽ നിന്ന് കാറ്ററിംഗ് വർക്ക് വലിയതായി വന്നിട്ടാണ് എനിക്ക് പൈസ കിട്ടിയത്. പിന്നെ അതുമല്ല, നമ്മളെ കാറ്ററിംഗ് വർക്കിൽ അച്ചാർ ഗൾഫിൽ നല്ലോണം പോയിട്ടുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ്. അതാണ് പിന്നെ ഒരു സന്തോഷം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് നല്ലൊരു വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ ആരോടും ഇത്ര കിലോത്തിന് ഇത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഓല് തൃപ്തിപ്പെട്ടിട്ട് എന്താ തരുന്നു അത് ഞാൻ വാങ്ങും. പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ചാനൽ തുടങ്ങിയതിൽ ഒരാളും ടാസ്ക് ചെയ്തിട്ട് വ്യൂസ് ഉണ്ടാക്കണ്ട. അത് നമ്മൾ യൂട്യൂബ് അറിയും, അത് നമുക്ക് അടിയായിട്ട് വരും. അതുപോലെ തന്നെ വാട്സപ്പ് വീഡിയോ വരുമ്പോൾ അതും നമ്മൾ യൂട്യൂബിൽ ഇടാതിരിക്കുക. അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമാവുക. അതൊക്കെ ഒരു മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാച്ച് അവറൊക്കെ കുറയാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത് സ്പാം ആവാലൊരു
ഇതുണ്ട് പറയുന്നേക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഡെയിലി വീഡിയോ ഇടുക, അതും നമ്മൾ ലെങ്ത് ഒന്ന് കൂടിക്കോട്ടെ, ഒരു 5-8 മിനിറ്റ് വേണം. അതിൽ കണ്ടന്റ് എന്തെങ്കിലും ഇടുക. ഞാൻ കുക്കിംഗ് വ്ളോഗാണല്ലോ ഇടല്, അപ്പം നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിക്കുന്നത്. അൽഹംദുലില്ലാ റാഹത്താണ്. അപ്പം ഇങ്ങനെ വരുമാനം കിട്ടിയാലും നമുക്ക് സന്തോഷമാണ്. അപ്പം ഞാൻ ഇന്നലെ കാണിച്ച് തന്നില്ലേ, നമ്മൾ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് വരുമാനം കിട്ടിയിട്ട് കാത് കുത്തി കമ്മൽ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇനി കമ്മൽ വാങ്ങണം. അത് ഞാനിപ്പോൾ വാങ്ങായിയാണ്, കാതിൻ്റെ വേദനയൊക്കെ ഒന്ന് മാറിക്കോട്ടെ വെച്ചിട്ടാണ് വാങ്ങാത്തത്. അപ്പം വാങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഇൻഷാ അള്ളാ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചിലവരൊക്കെ ചോദിച്ചും ഇതെന്തിനാ അപ്പം ഇത്ര പൈസ കിട്ടിയിട്ട് അത് യൂട്യൂബിൽ പറയുന്നതെന്ന്. എനിക്കത് അറിയിച്ചേ പറ്റുള്ളൂ. ഒരാളാണെങ്കിലും നമ്മളെ സ്നേഹിക്കണ ഒരാളേക്കാരും കമൻറ്റ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് റീപ്ലൈ കൊടുക്കുന്നത് എല്ലാവർക്കും പാടായിക്കോട്ടെ. 2-3-4 ആൾ ഇന്നലെ കമൻറ്റിലൂടെ എഴുതി ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയൊന്ന് പറഞ്ഞു തരുമോ, ഞങ്ങൾക്കും ജയിക്കണം എന്നുണ്ട്. ഞാൻ വിജയിച്ച കാര്യമാണ്. അപ്പം നമ്മളെ കയ്യിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങളൊരു വട്ടം യൂട്യൂബിലിടുക. എപ്പോഴാണ് ക്ലിക്ക് ആവുക എന്ന് പറയാനേ പറ്റൂല. നമ്മൾ വിചാരിക്കാത്ത സമയത്തേക്കാരം നമ്മൾ വിജയിക്കുള്ളൂ. പിന്നെ അതുമല്ല, യൂട്യൂബിൽ നല്ല നമുക്ക് നെഗറ്റീവ് വരാം. അത് നമ്മൾ ഇതാക്കണ്ട. നമുക്ക് നല്ല കമൻറ്റിന് നമ്മൾ റീപ്ലൈ കൊടുക്കണം. അതുപോലെ കമൻറ്റ് നമ്മൾ നോക്കണം. കമൻറ്റിൽ നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. കാരണം എനിക്ക് അനുഭവമാണ്. എനിക്ക് കമൻറ്റിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലവർക്ക് അതിങ്ങനെ വേദനിപ്പിച്ചേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ എഴുതി ഇങ്ങനെ വേദനിപ്പിച്ചും. അത് മനസ്സിന് വല്ലാതെ വേദന ഉണ്ടാവും. അയച്ചിട്ട് അത് പുറത്തേക്ക് കാട്ടാതിരിക്കലാണ് കേട്ടോ നല്ലത്. അപ്പോൾ പുതിയ ആൾക്കാർ എന്തായാലും വീഡിയോ ഡെയിലി ഇടാൻ നോക്കുക. എന്നാൽ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോവുള്ളൂ. ആരെങ്കിലും മുന്നേക്ക് എത്തുമ്പോഴാണ് ഓല് നമ്മളെ സ്നേഹിച്ചിട്ട് അത് ഷെയർ ചെയ്യുള്ളൂ. നമ്മളെ വീഡിയോ നമ്മളെ സ്നേഹിക്കണ 10 ആൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിന് നല്ല റാഹത്താണ്, നല്ല സന്തോഷമായിരിക്കുക. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ജയം വരും. മോണിറ്റൈസ് ആയി കിട്ടണം, അതാണ് വേണ്ടത്. മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഒന്നും പാടെ ഞാൻ പറയുന്നു, ഒരുപാട് വീഡിയോസ് നമുക്ക് ചിലപ്പം ഡിലീറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ വാട്സപ്പ് വീഡിയോ ഇടാതിരിക്കട്ടെ, ദയവ് ചെയ്തിട്ട് ഇടരുത്. നമ്മളെ ഫോണുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് ഇടുക. അതുപോലെ ഷോർട്ടാണെങ്കിലും അത് ഇടുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല. മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഒരു വീഡിയോസും ഡിലീറ്റ് ആക്കാണ്ടാവില്ല. അപ്പം നമുക്ക് അറിയാത്തവർക്ക് ഒരു പ്രയാസം വരില്ല. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഒന്നും പാടെ പറയുന്നു, വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് വളരെ കമ്മിയാണ്. ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ വേറൊരു വീഡിയോ കൊണ്ട് വരണ്ടേ എല്ലാവരോടും.